ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബാംഗ്ലൂരിലെ ഒരു ഹോട്ടൽ റൂമിൽ നിന്നാണ്. ഇവിടെ കണ്ട ഒരു വ്യത്യസ്തമായൊരു ഡോർ ലോക്കിംഗ് സംവിധാനം എനിക്ക് ഏറെ പുതുമയായി തോന്നി. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഒരുപക്ഷെ പലരും ഇത് മുൻപ് കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ഒരു നാട്ടിൻപുറത്തുകാരനായ എനിക്ക് ഇതൊരു പുതിയ അനുഭവം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും ഒരുപക്ഷെ ഇതിങ്ങനത്തെ കാണാത്തവരും കാണാം. അപ്പോൾ അവരെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണ് ഈ ഡോർ ലോക്കിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. ഇതൊരു ഡിജിറ്റൽ കീ കാർഡ് ലോക്കിംഗ് സംവിധാനമാണ്. ഇതൊരു വിസിറ്റിംഗ് കാർഡിൻ്റെ വലിപ്പമേ ഉള്ളൂ. ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. ഇതിൽ റൂം നമ്പർ എഴുതിയതൊഴിച്ചാൽ മറ്റൊരു പ്രിൻറ്റിങ്ങും ഇതിൽ കാണില്ല. ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് നേരിട്ട് കാണാം. പൂട്ടിയിട്ടുള്ള ഈ ഡോർ ലോക്കിൻ്റെ മുൻപിൽ ഇത് കാണിക്കുക. അപ്പോൾ ഇതിൽ പച്ച ലൈറ്റ് കത്തുകയും പിന്നെ ഡോർ തുറക്കുകയും ചെയ്യാം. ഒന്നുകൂടി അടച്ചു നോക്കാം. അടച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആയിക്കോളും. വേറെ ഒന്നും ചെയ്യാനില്ല. തുറക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാർഡ് ഇതിൻ്റെ മുമ്പിലുള്ള ഈ സെൻസറിൽ കാണിക്കേണ്ടത്. പച്ച ലൈറ്റ് കത്തി കഴിഞ്ഞാൽ ഡോർ തുറക്കും. റൂം തുറന്ന് അകത്ത് കടന്നാൽ റൂമിലെ കറണ്ട് ഓൺ ചെയ്യാനായി കറണ്ടിൻ്റെ മാസ്റ്റർ സ്വിച്ചിലുള്ള സോക്കറ്റിലേക്ക് ഈ കാർഡ് ഇൻസേർട്ട് ചെയ്താൽ മാത്രം മതി. കറണ്ട് തനിയെ വന്നോളൂ. റൂം അടച്ചു പോകുമ്പോൾ ഈ കാർഡ് എടുത്താൽ കറണ്ട് റൂമിൽ നിന്ന് പോയിരിക്കും. വേറെ സ്വിച്ചുകൾ ഓഫ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാ പവറും തനിയെ ഓഫ് ആയിക്കോളും. ഈ കീ ആയി ഉപയോഗിക്കുന്ന ഈ കാർഡിനെ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോണിക് മൈക്രോ ചിപ്പിലേക്ക് പ്രോഗ്രാം ചെയ്യുകയാണ് ചെയ്യുക. മറ്റൊരു പ്രത്യേകത, ഈ കാർഡിനെ പ്രത്യേക ഒരു സമയത്തേക്ക് ആക്ടിവേറ്റ് ചെയ്യുവാനും അതുപോലെ ഡീആക്ടിവേറ്റ് ചെയ്യുവാനും പ്രോഗ്രാമിലൂടെ കഴിയും. അതുകൊണ്ട് ആ പ്രത്യേക സമയം അതിൽ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഈ കീ ഉപയോഗിച്ച് ഈ ഡോർ തുറക്കാനോ അടയ്ക്കാനോ സാധിക്കില്ല. ഇപ്പോൾ ഈ സംവിധാനത്തിലുള്ള മെക്കാനിക്കൽ ഹോൾ കാർഡ്, ബാർകോഡ്, മാഗ്നറ്റിക് സ്ട്രൈപ്പ്, വീഗ് ആൻഡ് വയർ എംബെഡഡ് കാർഡ്സ്, സ്മാർട്ട് കാർഡ് എംബെഡഡ് വിത്ത് റീഡ് ആൻഡ് റൈറ്റ് ഇലക്ട്രോണിക് മൈക്രോചിപ്പ്, RFID ആൻഡ് NFC പ്രോക്സിമിറ്റി കാർഡുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.